നമുക്കിത് ചക്കക്കുരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ട് ചക്കക്കുരു ചമ്മന്തി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചക്കക്കുരു, ഞാനൊരു 10-12 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു, അത് കഴിഞ്ഞ് വേണ്ടത് കറിവേപ്പില നിങ്ങൾക്ക് എങ്ങനെ വേണ്ട എടുക്കാം, 1-2 തണ്ട് എടുക്കാം. വെളുത്തുള്ളി, അതുപോലെ തേങ്ങ കുറച്ച്, പിന്നെ വറ്റൽമുളക്. പച്ചമുളക് നമ്മൾ ഇടുന്നില്ല. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് ഈ ചക്കക്കുരു ഇട്ട് നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കാന്ന് വെച്ചാൽ അതൊരു വേഗണം, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആവിയിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചീനച്ചട്ടിക്കകത്ത് തന്നെ ഇട്ട് നന്നായിട്ട് വേവിക്കുകയല്ല, വറക്കുക. അപ്പം ഇത് ചക്കക്കുരു ഒന്ന് വെന്തിട്ട് അതിൻ്റെ തോടിൻ്റെ കളറൊക്കെ മാറി തോട് പൊട്ടാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് അത് വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഈ വൈറ്റ് കവറില്ലേ, അത് നമുക്ക് പൊളിച്ച് കളയാം. നമുക്ക് ബ്രൗൺ മുതലുള്ള കാര്യങ്ങളും മതി. അപ്പം ഇതിൻ്റെ ഈ തോട് പൊളിച്ചെടുക്കാം. ഇനി ഈ ചീനച്ചട്ടിയിലോട്ട് തന്നെ അടുത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഇടുക. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ സമയത്ത് ചെറിയ ഉള്ളി മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇടുക. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യണം. നന്നായിട്ട് സോട്ട് ചെയ്യുന്ന വെച്ചാൽ ഈ എണ്ണയ്ക്കകത്ത് അറിയാലോ, ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ എണ്ണയ്ക്കകത്ത് സോട്ടായി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആവുള്ളത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സോട്ടാകുക. കരിയണ്ട, പക്ഷേ നന്നായിട്ട് സോട്ടായിട്ട് വരണം. പിന്നെ വറ്റൽമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്, നമ്മൾ പച്ചമുളക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. വറ്റൽമുളക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് കുറച്ചുകൂടെ കൂടുതലിടാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കുക. നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് കറിവേപ്പില കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ കുറച്ചുകൂടി ഇടുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറിവേപ്പിലേക്ക് നല്ലൊരു ഫ്ലേവർ വരുന്നതാണല്ലോ, അതുകൊണ്ട്. ഇപ്പം ഒന്ന് സോട്ടായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ആയിക്കോട്ടെ, കുറച്ചുകൂടെ നന്നായിട്ടായിക്കോട്ടെ. ഇപ്പം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മൾ തേങ്ങ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാര്യം ആ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് മാറുന്നല്ലോ, അതുകൊണ്ടാണ്. തേങ്ങ കൂടുതലിട്ട് തേങ്ങയുടെ ടേസ്റ്റാണ് വരിക. തേങ്ങ ഒരു ഗ്രൈൻഡറിലിട്ടിട്ട് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചേക്കുന്ന ചക്കക്കുരു ആ ഗ്രൈൻഡറിൽ ഇടുക. ഇതിൻ്റെ കൂടെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ കാര്യങ്ങളെല്ലാം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ കുറച്ച് എണ്ണ ബാക്കിയുണ്ടാകും, അതുകൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചു തരും കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ നമ്മളുടെ ചക്കക്കുരു ചമ്മന്തി റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നന്നായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇതുപോലെ സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയാണ്. ഇതാണ് ചമ്മന്തി. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.